പരിഗണിക്കുന്നതിനിടെ കോട്ടയം പൂഞ്ഞാറിലെ അലോഷ്യസ് സേവ്യറിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ പൂഞ്ഞാറിൽ വേണ്ടെന്നാണ് ഇത്തരത്തിൽ പോസ്റ്ററിലെ വാചകങ്ങൾ. അലോഷ്യസ് സേവ്യർ സ്വന്തം നാട്ടിൽ മത്സരിക്കട്ടെ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. സേവ് കോൺഗ്രസ് പൂഞ്ഞാർ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അഖിൽ ചേരുന്ന വിശദാംശങ്ങളുമായി. അഖിൽ, ഈ സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തുടനീളം പലതരത്തിൽ പോസ്റ്ററുകൾ നമ്മൾ കാണുകയാണ്. ഇതാണിപ്പോൾ പൂഞ്ഞാറിൽ നിന്നുള്ള സ്ഥിതി എന്താണ്? അലോഷ്യസ് സേവ്യറിനെതിരെയാണോ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വിഭാഗം? വിനീത, തീർച്ചയായും പൂഞ്ഞാറിലെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ അതായത് പൂഞ്ഞാറിൽ ഈ കേരള കോൺഗ്രസിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഒപ്പിട്ടുകൊണ്ട് AICCക്ക് കത്തയക്കുന്നു. കോൺഗ്രസ് അവിടെ മത്സരിക്കണമെന്ന്. കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് തീരുമാനമായപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഈ ഇത്തരത്തിൽ അലോഷ്യസ് സേവ്യറിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അലോഷ്യസ് സേവ്യറിന്റെ പേര് പ്രധാനമായും പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും സേവ് കോൺഗ്രസ് പൂഞ്ഞാർ എന്ന പേരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അലോഷ്യസ് സേവ്യറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിക്കുന്നു. അതായത് ഇറക്കുമതി സ്ഥാനാർത്ഥികളെ എന്തായാലും പൂഞ്ഞാർ അംഗീകരിക്കില്ല, അലോഷ്യസ് സേവ്യർ സ്വന്തം നാട്ടിൽ മത്സരിക്കണം എന്ന വാചകം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ വരുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകരൊക്കെ തന്നെ തലകളിലും മറ്റുള്ള പ്രവർത്തകരും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം ഇട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അലോഷ്യസ് സേവ്യർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പാളയത്തിൽ പട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസിലെ പ്രതിഷേധവും പ്രാദേശിക നേതൃത്വങ്ങളിലെ പ്രതിഷേധവും ഒക്കെ തന്നെ പുറത്തേക്ക് വരികയാണ്. എന്തായാലും അലോഷ്യസ് സേവ്യറിന്റെ പേര് വലിയ രീതിയിൽ തന്നെ പൂഞ്ഞാറിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇടുക്കിയിൽ സീറ്റ് അത്ര സാധ്യത കുറവാണ്. സാധ്യത മങ്ങി തുടങ്ങിയതോടുകൂടിയാണ് അലോഷ്യസിന്റെ പേര് ഈ പൂഞ്ഞാറിലേക്ക് നിർദ്ദേശിക്കുന്നതും അവിടെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അലോഷ്യസ് സേവ്യറിന്റെ പേര് വരുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതിനിടയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം. ഒരുപക്ഷെ അലോഷ്യസ് സേവ്യറിന്റെ പേര് പൂഞ്ഞാറിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ പൊട്ടിത്തെറികളിലേക്കൊക്കെ പൂഞ്ഞാർ കടന്നാലും അത്ഭുതപ്പെടാനില്ല. കാണേണ്ടതാണ്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.